ഹായ്, വെൽക്കം ടു കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 എക്കണോമിക്സിൽ നമ്മുടെ ക്വാർട്ടർലി എക്സാമിന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഗ്രാഫ് ആൻഡ് കേർവ്സ് ആണ്. അപ്പം നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോവാം. ഏതൊക്കെ ഗ്രാഫാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് വരിക, അല്ലെങ്കിൽ ആ ഒരു അത്രയും പോർഷൻസിൽ ഏതൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഗ്രാഫ്സ് നമ്മൾ സിമ്പിൾ ആയിട്ട് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളോട് ചോദിക്കുന്ന ഒന്നാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ PPC കർവ്. എന്താ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞാലടാ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് നമ്മൾ അസ്യൂം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു രാജ്യത്ത് ആ രാജ്യത്തുള്ള മൊത്തം ടെക്നോളജിയും മൊത്തം റിസോഴ്സസും യൂസ് ചെയ്തിട്ട് ഒരുപാട് ഗുഡ്സ് ഒരു രാജ്യം പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പം നമ്മളെ രാജ്യം ഇവിടെ AC, കാറ്, TV, ഫ്രിഡ്ജ്, ഫുഡ് ഐറ്റംസ്, ഡ്രസ്സ്, ഇങ്ങനെ ഇഷ്ടം പോലെ സാധനം ഒരു കൺട്രി പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത് എന്താണെന്ന് അറിയടാ, നമ്മളെ രാജ്യത്ത് ആകെ 2 ഗുഡ്സ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, ആകെ 2 ഗുഡ്സ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു രാജ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, അസ്യൂം ചെയ്യാണ്. എന്നിട്ട് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്താ പറയുന്നതെന്ന് അറിയോ, ഒരു രാജ്യം അവരുടെ കയ്യിലുള്ള ഫുൾ ടെക്നോളജിയും ഫുൾ റിസോഴ്സസും യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിനെ കാണിക്കുന്ന ഒരു കർവ് ആണ് നമ്മുടെ എന്ത് കർവ് എന്ന് പറയുന്നത്, ഈ കാണുന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് നമ്മൾ പറയുന്നത്. ഇതൊരു കോൺകേവ് ഷേപ്ഡ് കർവ് ആണ്. നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്താണ്, ഒരു കോൺകേവ് ഷേപ്ഡ് കർവ് ആണ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള കർവ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ മുകളിലുള്ള പോയിന്റ് എന്താ പറയുന്നത് നോക്കിയേ, ഈ B എന്ന് പറഞ്ഞ പോയിന്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഗുഡ്സിനെയാണ് കാണിക്കുന്നത്. അതായത് നമുക്ക് നമ്മുടെ രാജ്യത്തിന് മാക്സിമം ഉള്ള റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് എവിടെ വരെയാണ് നമ്മുടെ രാജ്യത്തിന് എന്ത് ചെയ്യാൻ പറ്റടാ, പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റാം. ഇതിന്റെ ഉള്ളിൽ ഒരു പോയിന്റ് ഇട്ടാൽ അതിൻ്റെ അർത്ഥം ഇൻഎഫിഷ്യൻ്റാ, ഫുള്ള് റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. നമ്മൾ അതിനെ വേറൊരു പേരും കൂടെ പറയും, അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസിനെ ഫുള്ളും യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. ഇനി പുറത്തൊരു പോയിന്റ് ഇട്ടാൽ എന്താ, ഇമ്പോസിബിൾ ആണ്, നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല, കാരണം നമ്മളിൽ അത്രയും റിസോഴ്സസ് ഇല്ല. ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി നമ്മൾ ഇങ്ങനെ വരയ്ക്കും, ഇവിടെ ഒരു പോയിന്റ് ഇടും, ഇവിടെ ഒരു പോയിന്റ് ഇടും, പുറത്തൊരു പോയിന്റ് ഇടും. പുറത്തിട്ടാൽ അതിൻ്റെ അർത്ഥം എന്താ, ഇമ്പോസിബിൾ ആണ്, നമുക്കിത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ അർത്ഥം എന്താ, എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ആണ്, ഫുള്ള് റിസോഴ്സും യൂട്ടിലൈസ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആണ്. ഇവിടെയാണെന്നുണ്ടെങ്കിലോ അണ്ടർ യൂട്ടിലൈസേഷൻ ആണ്, നമ്മൾ ഫുൾ റിസോഴ്സസ് എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, അടുത്തതിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ കർവാണ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇൻഡിഫറൻസ് കർവ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലാണല്ലേ പഠിക്കുന്നത്. ഇൻഡിഫറൻസ് കർവിന്റെ ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് എന്ത് പറയാം, ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് combination of any 2 goods which give same level of satisfaction to the consumer. ഒരു കൺസ്യൂമർക്ക് ഏത് ഗുഡിന്റെ കോമ്പിനേഷൻ ചൂസ് ചെയ്താലും ഒരേ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന 2 ഗുഡ്സിന്റെ കോമ്പിനേഷൻ ആണ് നമ്മൾ എവിടെ കാണിക്കുന്നത്, ഇൻഡിഫറൻസ് കർവിൽ നമ്മൾ കാണിക്കുന്നത്. ഈ ഒരു കോമ്പിനേഷനിൽ ഏത് ചൂസ് ചെയ്താലും കൺസ്യൂമർക്ക് എങ്ങനെയാണ് ഒരേ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. ഇപ്പൊ 2 ആപ്പിളും 3 ഓറഞ്ചും ഉണ്ട്, 3 ആപ്പിളും 2 ഓറഞ്ചും ഉണ്ട്. അപ്പൊ ഏത് ചൂസ് ചെയ്താലും നമുക്ക് ഇൻഡിഫറൻ്റ് ആയിരിക്കും, കൺസ്യൂമർ വിൽ ബി ലൈക്ക് ഇൻഡിഫറൻ്റ് ആയിരിക്കും. ഇതിൽ ഇത് ചൂസ് ചെയ്യണം, അത് ചൂസ് ചെയ്യണം. അപ്പൊ 2 ബണ്ടിൽ ഒരേപോലെ ഉള്ളതാകുമ്പോൾ രണ്ടും ഒരേ സാറ്റിസ്ഫാക്ഷനാണ് കിട്ടും. ഇപ്പൊ നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി, അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു ഷോപ്പിംഗ് മാളിൽ പോയപ്പം 2 ഷർട്ടും 1 പാൻറ്റും ഉണ്ട് സെയിം പൈസയ്ക്ക്, അതേമാതിരി തന്നെ 2 പാൻറ്റും 1 ഷർട്ടും ഉണ്ട്. നമ്മൾ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആവില്ല, ഇതിൽ ഏത് ചൂസ് ചെയ്യണം, 2 എടുത്താലും ഒരേ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും കിട്ടുക. അപ്പൊ അങ്ങനെ കൺസ്യൂമർക്ക് ഒരേ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന ബണ്ടിൽസിനെ ചേർത്ത് വരയ്ക്കുന്ന കർവിനെയാണ് നമ്മൾ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയാം. it is the locus of combinations of എന്തിന്റെ കോമ്പിനേഷൻസ് ആ, any 2 goods which give same level of satisfaction to the consumer. കൺസ്യൂമർക്ക് ഒരേ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന കോമ്പിനേഷൻസിനെ കാണിക്കുന്ന കർവ് ആണ് ഇൻഡിഫറൻസ് കർവ്. ഇതൊരു കോൺവെക്സ് ഷേപ്ഡ് കർവ് ആണ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആണ്. ഫീച്ചേഴ്സ് എപ്പോഴും ചോദിക്കാറുണ്ട്, ഇൻഡിഫറൻസ് കർവിന്റെ ഫീച്ചേഴ്സ് ചോദിക്കാറുണ്ട്. എന്താണ്, കോൺവെക്സ് ഷേപ്പ് ആണ്. 2 എന്താ നമ്മൾ പറയുന്നത്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് നമ്മൾ പറയാറുണ്ട്. മൂന്നാമത്തെ പോയിന്റ് എന്താ, 2IC കർവ്, 2 ഇൻഡിഫറൻസ് കർവ് നെവർ ഇന്റർസെക്ട്. 2 ഇൻഡിഫറൻസ് കർവുകൾ ഒരിക്കലും എന്താവില്ല, ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്തിട്ട് പോകില്ല എന്നാണ് പറയുന്നത്. മനസ്സിലാകുന്നില്ല. അപ്പൊ ഇത് 3 ഇൻഡിഫറൻസ് കർവിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണ്ടേ. അടുത്തതാണ് ഐസോകോണ്ട്. നമ്മൾ എന്താണോ ഇൻഡിഫറൻസ് കർവിൽ പഠിക്കുന്നത്, ഇതൊരു കൺസ്യൂമറിന്റെ സൈഡിൽ നിന്നാണെങ്കിൽ ഐസോകോണ്ട് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസറിന്റെ ഇൻഡിഫറൻസ് കർവ് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്, ആൻഡ് ഐസോകോൺ ഷോസ് ദ ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലേബർ ദാറ്റ് ഗിവ് ദ സെയിം ഔട്ട്പുട്ട്. ക്യാപിറ്റൽ ആൻഡ് ലേബറിന് പകരം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർക്ക് ഏത് കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട് യൂസ് ചെയ്താലും ഒരേ ലെവൽ ഓഫ് ഔട്ട്പുട്ട് കൊടുക്കുന്ന കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ടിനെ കാണിക്കുന്ന കർവാണ് ഐസോകോണ്ട് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ 4 ലേബേഴ്സും 2 ക്യാപിറ്റലും, 5 ലേബേഴ്സും 3 ക്യാപിറ്റലും, 2 ലേബേഴ്സും 6 ക്യാപിറ്റലും, ഇത് ഏത് ചൂസ് ചെയ്താലും
10 ബിരിയാണിയാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. വെച്ചാൽ സെയിം ഔട്ട്പുട്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. 4 ലേബേഴ്സും 2 എന്താ പറയാ ക്യാപിറ്റലും യൂസ് ചെയ്തപ്പം 10 ബിരിയാണി ഉണ്ടാക്കി. 5 ലേബേഴ്സ് 3 ക്യാപിറ്റലും നിങ്ങൾ 3000 രൂപയായിട്ട് കൺസിഡർ ചെയ്തോളൂ, പൈസയായിട്ട് കൺസിഡർ ചെയ്താൽ പോലും 10 ബിരിയാണി ഉണ്ടാക്കി. 2 ലേബേഴ്സും 6 ക്യാപിറ്റലും യൂസ് ചെയ്തപ്പോൾ നമ്മൾ 10 ബിരിയാണി ഉണ്ടാക്കി. അങ്ങനെ ഏത് ലെവൽ ഓഫ് ഡിഫറെന്റ് കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരേ ഔട്ട്പുട്ട് കിട്ടുന്ന തരത്തിലുള്ള കോമ്പിനേഷൻ ഓഫ് ഇൻപുട്സ് ഉണ്ടാവില്ലേ? അതിനെ നമ്മൾ ഗ്രാഫിൽ വരയ്ക്കുകയാണെങ്കിൽ ആ ഗ്രാഫിനെ നമ്മൾ പറയുന്ന പേരാണ് ഐസോകോണ്ട്. ഐസോകോണ്ട് ഷോസ് ദ കോമ്പിനേഷൻ ഓഫ് എനി 2 ഇൻപുട്സ് വിച്ച് ഗീവ് സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ടു ദ പ്രൊഡ്യൂസർ. പ്രൊഡ്യൂസർക്ക് ഒരേ ലെവൽ ഓഫ് ഔട്ട്പുട്ട് കൊടുക്കുന്ന കോമ്പിനേഷൻ ഓഫ് ഗുഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയും, കോമ്പിനേഷൻ ഓഫ് ഇൻപുട്സിനെയാണ് നമ്മൾ എന്തിൽ കാണിക്കുന്നത്, ഐസോകോണ്ടിൽ കാണിക്കുന്നത്. ഇതിന്റെ ഫീച്ചേഴ്സ് സെയിം തന്നെയാണ്. ഇതും എന്താണ്, ഡൗൺവേർഡ് കോൺവെക്സ് ഷേപ്പ് ആണ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. 2 ഐസോകോണ്ടുകൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇന്റർസെക്ട് ചെയ്യില്ല. നമ്മൾ ഇൻഡിഫറൻസ് കർവിന്റെ ഫീച്ചേഴ്സ് തന്നെയാണ് ഇവിടെയും പഠിക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഐസോകോണ്ടിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തതാണ് ബജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ബജറ്റ് ലൈനിന്റെ പ്രോബ്ലംസ് നമ്മൾ മുന്നേ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. ബജറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമ്മളിവിടെ പഠിക്കുന്നത്? ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു കൺസ്യൂമർ അയാളുടെ ഫുള്ള് പൈസയും സ്പെൻഡ് ചെയ്ത് വാങ്ങിക്കുന്ന ഗുഡ്സിന്റെ കോമ്പിനേഷൻ ആണ് നമ്മൾ ബഡ്ജറ്റ് ലൈനിൽ എന്ത് ചെയ്യുക, കാണിക്കുക. കണ്ടില്ലേ, ഈ കാണിക്കുന്ന ലൈനിന്റെ അർത്ഥം എന്താ? കൺസ്യൂമർ അയാളുടെ കയ്യിലുള്ള ഫുള്ള് പൈസയും യൂസ് ചെയ്തിട്ട് അയാൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഗുഡ്സ്. ഒരാളുടെ കയ്യിൽ 100 രൂപ ഉണ്ടെങ്കിൽ 100 രൂപയും അയാൾ സ്പെൻഡ് ചെയ്യുന്ന കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ഉണ്ടാവില്ലേ? അതിനെയാണ് നമ്മൾ ബഡ്ജറ്റ് ലൈനിൽ എന്ത് ചെയ്യുക, കാണിക്കുക. അപ്പൊ ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ലൈൻ വിച്ച് ഷോസ് ഫുൾ ഇൻകം ഓഫ് ദ കൺസ്യൂമർ. അതായത് കൺസ്യൂമർ അയാളുടെ ഫുൾ ഇൻകം സ്പെൻഡ് ചെയ്യുന്ന കോമ്പിനേഷൻ ഓഫ് ഗുഡ്സിനെയാണ് നമ്മൾ ബഡ്ജറ്റ് ലൈനിൽ കാണിക്കുക. അത് ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ ആണ്. അതിന്റെ ഇക്വേഷൻസും പ്രോബ്ലംസ് ഒക്കെ നമ്മുടെ മുന്നേ ഉള്ള വീഡിയോസ് ഉണ്ട്, നിങ്ങളത് ചെക്ക്ഔട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രേറ്റ് ലൈൻ ആണ്. ഇത് വരയ്ക്കാൻ നമുക്ക് പ്രോബ്ലം ആയിട്ടായിരിക്കും ഉണ്ടാവുക, നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബഡ്ജറ്റ് ലൈൻ നിങ്ങൾ എന്തായാലും പഠിക്കണം. അടുത്തത് കൺസ്യൂമർ ഇക്വിലിബ്രിയം. ഇറ്റ്സ് അനദർ ഇമ്പോർട്ടന്റ് ടോപ്പിക്. അതും നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്നാലും പറഞ്ഞുതരാം. കൺസ്യൂമർ ഇക്വിലിബ്രിയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 5 മാർക്കിന് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. കൺസ്യൂമർ ഇക്വിലിബ്രിയം നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക ചോദിച്ചാൽ, സിമ്പിൾ ആയിട്ട് നമുക്ക് കൺസ്യൂമർ ഇക്വിലിബ്രിയം വരയ്ക്കാം. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ഇങ്ങനൊരു ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് പറയുക, നമ്മൾ നേരത്തെ പഠിച്ച ഇൻഡിഫറൻസ് കർവിനെ ഇങ്ങനെ ടാൻജന്റ് ആയിട്ട് വരയ്ക്കാം. ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഇതാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം. സോ കൺസ്യൂമർ ഇക്വിലിബ്രിയം ഇസ് ദ പോയിന്റ്. ഇത് അവിടെ കാണാം നിങ്ങൾക്ക്. കൺസ്യൂമർ ഇക്വിലിബ്രിയം ഇസ് ദ പോയിന്റ് വേർ ദ ബഡ്ജറ്റ് ലൈൻ ഈസ് ടാൻജന്റ് ടു ഇൻഡിഫറൻസ് കർവ്. ഈ കാണുന്ന ബി എന്ന് പറയുന്ന ബഡ്ജറ്റ് ലൈൻ ഈ കാണുന്ന ഇൻഡിഫറൻസ് കർവിന് ടാൻജന്റ് ആവുന്ന പോയിന്റ് ആണ് നമ്മുടെ എന്ത് എന്ന് പറയുന്നത്, കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അതിന്റെ അപ്പുറത്തുള്ള വരകൾ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. ആ IC2 ആണ് ആക്ച്വൽ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കൺസ്യൂമർക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പോയിന്റ് ആണ്. എപ്പോഴാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൽ എത്താ, ആ കൺസ്യൂമർക്ക് അയാളുടെ കയ്യിലുള്ള ലിമിറ്റഡ് പൈസനെ കൊണ്ട് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഉള്ള പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ പറ്റുമ്പോഴല്ലേ. നിങ്ങളുടെ കയ്യിൽ ഒരു 100 രൂപ ഉണ്ട്, നിങ്ങൾ എങ്ങനെ കടയിലേക്ക് പോകാം, എന്തെങ്കിലും ആവട്ടെ തോന്നിയത് വാങ്ങിച്ചിട്ട് വരാം, അങ്ങനെയാണോ? അല്ല, നമുക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഗുഡ് ആയിരിക്കും നമ്മൾ വാങ്ങിക്കാം. അപ്പൊ കൺസ്യൂമർ ഇക്വിലിബ്രിയം ഇസ് ദ പോയിന്റ് വെർ ദ കൺസ്യൂമർ ഗെറ്റ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. അത് ഏത് പോയിന്റ് ആണെന്ന് നമ്മൾ ഇവിടെ പഠിക്കുന്നത് നോക്കിയേ. ദ പോയിന്റ് വേർ ദ ബഡ്ജറ്റ് ലൈൻ ഈസ് ടാൻജന്റ് ടു ദ ഇൻഡിഫറൻസ് കർവ്. കൺസ്യൂമറിന്റെ ബഡ്ജറ്റ് ലൈന് അയാളുടെ ഇൻഡിഫറൻസ് കർവിന് ടാൻജന്റ് ആവുന്ന ഈ ഒരു പോയിന്റ് ആണ് അയാളുടെ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇങ്ങനെ വരയ്ക്കുക. ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇൻഡിഫറൻസ് കർവിനെ ടാൻജന്റ് ആയിട്ട് വരയ്ക്കുക. ടാൻജന്റ് ആക്കണേ, ടച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എന്താ മനസ്സിലാക്കുന്നത്? അതായത് ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ, അയാളുടെ കയ്യിലുള്ള മാക്സിമം പൈസയല്ലേ ബഡ്ജറ്റ് ലൈൻ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇൻഡിഫറൻസ് കർവ് എന്താ, അയാൾക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന ഗുഡ് അല്ലേ. അത് രണ്ടും കൂടെ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് അയാളുടെ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. കൺസ്യൂമർ ഇക്വിലിബ്രിയം 5 മാർക്കിന് ചോദിക്കുമ്പോൾ നമ്മൾ ഈ ഗ്രാഫ് വരയ്ക്കുകയും വേണം, അതുപോലെ തന്നെ ഈ ഒരു ഡെഫിനിഷൻ നമ്മൾ എഴുതുകയും വേണം. ദ പോയിന്റ് വേർ ദ ബഡ്ജറ്റ് ലൈൻ ഈസ് ടാൻജന്റ് ടു ഇൻഡിഫറൻസ് കർവ് എന്നുള്ള പോയിന്റും കൂടെ നമ്മൾ എഴുതാം. ഇനി നമ്മളിവിടെ പഠിക്കുന്നത് 8 മാർക്കിന് വരുന്ന മറ്റൊരു കേർവാണ്. ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ എന്ന് പറയുന്ന ഒരു കേർവാണ്. വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഈ ഒരു ഗ്രാഫും പഠിക്കണം, ഇതിന്റെ ഒരു ടേബിളും പഠിക്കണം. സിമ്പിൾ ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലുള്ളതാണ്. അതായത് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഇൻപുട്ട് ഇപ്പം നമുക്കറിയാം, എന്ത് പ്രൊഡക്ഷൻ ആണെങ്കിലും ഇൻപുട്ട് ചേഞ്ച് ആക്കിയാൽ ഔട്ട്പുട്ടിൽ ചേഞ്ച് വരും അല്ലേ. നിങ്ങളിപ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കുകയാണ് വീട്ടിൽ, നിങ്ങളുടെ വീട്ടിലിപ്പോൾ ഒരു 5 പേരാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വരുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിൽ ഒരു 5 പേരും കൂടെ ഗസ്റ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യണം. ബിരിയാണിയാണ് നിങ്ങളുടെ ഔട്ട്പുട്ട്, അത് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻപുട്ട് കൂട്ടണം. ചിലപ്പോൾ നിങ്ങളും കൂടെ നിങ്ങളുടെ പാരൻസിനെ ഹെൽപ്പ് ചെയ്യേണ്ടി വരും കുക്ക് ചെയ്യാൻ, അതൊരു ഇൻപുട്ട് കൂട്ടുന്ന രീതിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്ന് വെച്ചാൽ ലേബർ കൂട്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കൂടുതൽ റോ മെറ്റീരിയൽസ് എന്തായാലും നമ്മൾ വാങ്ങേണ്ടി വരും. എന്ന് വെച്ചാൽ കൂടുതൽ ചിക്കൻ വാങ്ങേണ്ടി വരും, കൂടുതൽ അരി വാങ്ങേണ്ടി വരും. അപ്പം നമ്മൾ ഇൻപുട്ട് കൂട്ടിയാലേ നമുക്ക് ഔട്ട്പുട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇൻപുട്ട് കൂടുന്ന സമയത്ത് ഔട്ട്പുട്ടിൽ എങ്ങനെയാണ് മാറ്റം വരിക എന്നാണ് നമ്മളെ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ പറയുന്നത്. നമ്മളിവിടെ നോക്കുന്ന സമയത്ത് നോക്കിയേ, ആദ്യത്തെ സ്റ്റേജിൽ നമുക്ക് 3 രീതിക്കാണ് ഇതിന്റെ സ്റ്റേജസ് പോവുക. ഫസ്റ്റ് സ്റ്റേജ് ഇതാ ഇവിടെ വരെയാണ്, ഇവിടം വരെയാണ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ഇതാണ് ഇതിന്റെ സെക്കൻഡ് സ്റ്റേജ്, പിന്നെ അപ്പുറത്താണ് തേർഡ് സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജിൽ നോക്കിയാൽ നിങ്ങൾ ഇവിടെ ഫസ്റ്റ് സ്റ്റേജ് TPക്ക് എന്താ സംഭവിക്കുന്നത്, TPക്ക്
ഫസ്റ്റ് ഇൻക്രീസസ് അറ്റ് ആൻ ഇൻക്രീസിംഗ് റേറ്റ് ദെൻ അറ്റ് ദ ഡിമിനിഷിംഗ് റേറ്റ്. ടി പി എന്താവുകയാണ് നോക്കിയത്, സ്ട്രെയിറ്റ് ആയിട്ട് ടി പി ഇങ്ങനെ ഇൻക്രീസ് ചെയ്യാണ് അല്ലേ. എന്ന് വെച്ചാൽ ആദ്യമൊക്കെ നമ്മൾ ഇൻപുട്ട് കൂട്ടുന്ന സമയത്ത് എന്താ, ഇൻപുട്ട് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും, ഇൻപുട്ട് കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും, ആദ്യം ഇങ്ങനെ ടോട്ടൽ ഔട്ട്പുട്ട് ഇങ്ങനെ കൂടി 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 പോകും. ആ സമയത്ത് മാർജിനൽ പ്രൊഡക്റ്റിന് എന്താ സംഭവിക്കുന്നത്, ഇൻക്രീസ് ഇൻ ദ ബിഗിനിങ് റീച്ചസ് ദ മാക്സിമം ആൻഡ് ബിഗിൻസ് ടു ഡിക്രീസ് എന്നാ പറയുന്നത്. അതായത് എന്ത് ചെയ്യാണ്, ആദ്യമൊക്കെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആദ്യം എന്താ സംഭവിക്കുന്നത്, എം പിക്ക് എന്താ സംഭവിക്കുന്നത്, എം പി ആദ്യം ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, മാക്സിമം ആവുന്നുണ്ട്, പിന്നെ ഇങ്ങനെ ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നുണ്ട്. പിന്നെയാണെങ്കിൽ എ പി എന്താ ചെയ്യുന്നത് നോക്കിയേ, ആദ്യമൊക്കെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് മാക്സിമത്തിൽ എത്തുന്നുണ്ട് അല്ലേ. ഇനിയിപ്പോൾ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് നമ്മൾ വന്നാൽ, സ്റ്റേജ് 2ലേക്ക് വന്നാൽ അവിടെ എന്താ നമുക്ക് കാണാൻ പറ്റുക, നമ്മൾ സ്റ്റേജ് 2ലേക്ക് വരുന്ന സമയത്ത് നോക്കിയേ, കണ്ടിന്യൂസ് ടു ഇൻക്രീസ് അറ്റ് ഡിമിനിഷിംഗ് റേറ്റ് ആൻഡ് ബിക്കം മാക്സിമം. നമ്മൾ സ്റ്റേജ് 2ലേക്ക് വരുമ്പം എന്താ സംഭവിക്കുന്നത് നോക്കിയേ, ടി പി ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക, എം പി എന്ത് സംഭവിക്കുകയാണ്, എം പി ഇങ്ങനെ ഡിക്രീസ് ചെയ്ത് ഇവിടെ എത്തിയിട്ട് 0 ആവുന്നുണ്ട്. നമ്മുടെ എ പിക്ക് എന്താ സംഭവിക്കുന്നത്, എ പി ആണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഡിക്രീസ് ആവുന്നുണ്ട്. ഇനി നമ്മളെ തേർഡ് സ്റ്റേജിലേക്ക് പോയാലോ, ടി പി ഡിക്രീസ് ആവുന്നു, എ പി ഡിക്രീസ് ആവുന്നു, എം പി എന്താവുന്നു, നെഗറ്റീവ് ആവുന്നു. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഫസ്റ്റത്തെ സ്റ്റേജിൽ ടി പി ഇൻക്രീസ് ചെയ്യുന്നു, നമ്മളത് മാത്രം മനസ്സിലാക്കി വെക്കാം. ഫസ്റ്റത്തെ സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ടി പി ഇൻക്രീസ് ചെയ്യുന്നു, നമ്മുടെ എം പി ഇൻക്രീസ് ചെയ്തിട്ട് പിന്നീട് ഡിക്രീസ് ചെയ്യുന്നു, എ പി എന്താവുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ ടി പി ഡിക്രീസിങ് റേറ്റിൽ ഇൻക്രീസ് ചെയ്യുന്നു, എ പി ഡിക്രീസ് ചെയ്യുന്നു, എം പി ഡിക്രീസ് ചെയ്തിട്ട് 0 ആവുന്നു. അടുത്ത സ്റ്റേജിൽ ടി പി ഡിക്രീസ് ചെയ്യുന്നു, എ പി ഡിക്രീസ് ചെയ്യുന്നു, എം പി നെഗറ്റീവ് ആവുന്നു. ഇത്രയും നമ്മളിവിടെ എന്ത് ചെയ്ത് വെച്ചാൽ മതി, മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ ഒരു ഗ്രാഫ് വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വരയ്ക്കാം. ടി പി ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നു, അതേമാതിരി തന്നെ എം പി ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് പോകുന്നു, ഇവിടെ ആണെങ്കിൽ എ പി ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാഫ് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ടേബിൾ തന്നിട്ട് ഗ്രാഫ് വരയ്ക്കുന്ന രീതിയൊന്നും ചോദിക്കില്ല. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനേ പറയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഗ്രാഫ് വരച്ചു കൊടുക്കുക, എന്നിട്ട് നമ്മൾ ഈ ടേബിളും കൂടെ വരയ്ക്കുക. അപ്പോൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളിവിടെ ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിവിടെ ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താണെന്ന് നോക്കിയേ, എപ്പോഴും നമ്മളൊരു എന്താ പറയുക, ഇൻപുട്ട് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പം ആദ്യമൊക്കെ നമ്മുടെ ഔട്ട്പുട്ട് എന്താവും കൂടി വരും. പിന്നീട് അത് കുറയല്ലേ. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഒരു ഷോപ്പ് തുടങ്ങി, നിങ്ങൾ ആ ഷോപ്പിലേക്ക് ഒരു 100 ചായയാണ് അവിടെ ദിവസം നിങ്ങൾ വിൽക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ കൂടുതൽ ഇൻപുട്ട് യൂസ് ചെയ്യണം. ഔട്ട്പുട്ട് കൂട്ടാൻ വേണ്ടി നിങ്ങൾ കൂടുതൽ പണിക്കാരെ വെക്കുന്നു. നിങ്ങൾ അവിടേക്ക് ഒരു 100 പണിക്കാരെ എടുത്ത് എങ്ങനെ ഉണ്ടാവും, ആദ്യമൊക്കെ 2-3 ലേബേഴ്സിന് എടുക്കുമ്പോൾ ചിലപ്പോൾ ഔട്ട്പുട്ട് കൂടും. അവർ പെട്ടെന്ന് ചായ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ 200 ചായയൊക്കെ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ നിങ്ങൾ അവിടേക്ക് ഒരു 100 പണിക്കാരെ എടുത്ത് അവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അവർ വെറുതെ എസിയും ഫാനും ലൈറ്റും ഒക്കെ ഇട്ട് ഒരുപാട് കോസ്റ്റ് നിങ്ങൾക്ക് ചിലവായിപ്പിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കോസ്റ്റ് കൂടുതലേ, നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിനേക്കാളും അവർക്ക് സാലറി ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ കൂടുതൽ ഇൻപുട്ട് യൂസ് ചെയ്ത് നമ്മുടെ ഔട്ട്പുട്ട് എന്താവും മക്കളെ, കുറയാണ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമുക്ക് ബേസിക് ആയിട്ട് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ അത്രയാണ് നമ്മുടെ ഇത് പറയുന്നത്. അതായത് വെൻ വി യൂസ് more and more unit of input, our total output will reduce. നമ്മൾ കൂടുതൽ ഇൻപുട്ട് യൂസ് ചെയ്താൽ നമ്മുടെ ടോട്ടൽ ഔട്ട്പുട്ട് എന്താവും, റെഡ്യൂസ് ആവും എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയും ഗ്രാഫുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എക്സാമിന് പഠിച്ചിട്ട് പോകേണ്ടത്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, നമ്മുടെ PPC കർവ് നിങ്ങൾ പഠിക്കണം, അതുപോലെ ഇൻഡിഫറൻസ് കർവ് പഠിക്കണം, ഐസോകോണ്ട് നിങ്ങൾ പഠിക്കണം, ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ നിങ്ങൾ പഠിക്കണം. അതിനുശേഷം നമ്മൾ പറഞ്ഞു കൺസ്യൂമർ ഇക്വിലിബ്രിയം നിങ്ങൾ പഠിക്കണം. പിന്നെ നമ്മുടെ ബഡ്ജറ്റ് ലൈനും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക, എക്സാമിന് പോവുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.